ഹായ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ചിങ്ങം 1. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ എൻ്റെ രാവിലെ തൊട്ട് ഒരു 5:30 തൊട്ട് ഒരു 11 മണി വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സമയം 5:30 കേട്ടോ. ഞാൻ എണീറ്റു ഇട്ടിട്ടില്ല, എനിക്ക് ഉണ്ണികളെ എണീപ്പിക്കട്ടെ. നല്ല ഉറക്കാണ് 2 പേര്. പിന്നെ അവരെ എണീപ്പിക്കണം, ഒരു ഹെന്ന ചെയ്യണം. ഹെന്നൊന്ന് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. നോക്കാം എന്തൊക്കെ നടക്കുന്നു. ശരി, നമുക്ക് അവരെ എണീപ്പിച്ചിട്ട് കാണാം കേട്ടോ. നമുക്ക് ഹെന്ന മിക്സ് ചെയ്തേണ്ട കേട്ടോ. കൈയൊക്കെ ചോന്നില്ല നല്ലതായി. എനിക്കിഷ്ടം കേട്ടോ കൈയൊക്കെ ഇങ്ങനെ മൈലാഞ്ചിട്ടിട്ട് ചോന്നിരിക്കുന്നത്. നമുക്കിടുന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ പോയി എണീപ്പിക്കാൻ പോകാം. എണീറ്റു, ഒരാൾ എണീറ്റ് കളിയും തുടങ്ങി. ഇന്ന് എല്ലാവരും സെറ്റ് സാരി ഇട്ട് കൊടുക്കണേ. ഞാനിതാ ഈ ബ്ലൗസും ഈ സെറ്റ് സാരി തന്നെ എടുക്കണേ. ഇതിന് അയൺ ചെയ്യണം. ഇതിന് അയൺ ചെയ്തിട്ട് വെക്കട്ടെ. അയൺ ചെയ്തിട്ട് വരാം. സാധനം പ്ലേറ്റൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇടമുടി കഴിഞ്ഞ് ചെയ്തു. ഇനി ഇത് കുറച്ച് ഇതൊക്കെ കഴിഞ്ഞ് കളയണം. ഇത് കവർ ചെയ്ത് വെക്കണം കേട്ടോ. ശരി, ഇതൊക്കെ ഈ കൈയും ഇങ്ങനെ ചോത്തു, ഈ കൈയും നല്ല ചോത്തു. എന്നെല്ലാം ചിടേണ്ട ആവശ്യമില്ല. ഈ കൈക്കാണ് കുറച്ചും കൂടി ചോപ്പ് കൂടുതലല്ലേ. ഉണ്ണിയാണ് ഇപ്പോഴാണ് കേട്ടോ പല്ലേക്കാനൊക്കെ നോക്കിയത്. അത് പല്ലേക്കാണ്. അവൻ എവിടെ പോവുകയാണെങ്കിൽ ആ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് അവ എന്ത് ചെയ്യുള്ളൂ കേട്ടോ. അവർ റെഡിയാവൽ കഴിഞ്ഞു, കുളിച്ച് റെഡിയായി സെറ്റായിരിക്കുന്നു. ഇനി പോവാൻ വണ്ടി കുറച്ച് കഴിയുമ്പോഴത്തേനും വണ്ടി വരും. വണ്ടി വന്ന് അവർ പോവും. റെഡി ആയി കഴിഞ്ഞാൽ തന്നെ പരിപാടി. ഇങ്ങനെ കണ്ടും ഓടി കളിച്ചും ചാടിച്ചൊക്കെ തന്നെയാണ് അവർ നടക്കുന്നത്. അപ്പോൾ അവർ വണ്ടി വന്നിട്ടോ, ആ വണ്ടിയിലാണ് അവർ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പോയി എൻ്റെ തുണിയൊക്കെ കഴുകി, തുണി കഴുകലൊക്കെ കഴിഞ്ഞു. ചായ കുടിച്ചു, ഉപ്മാവ് വരുന്നു, കഴിച്ചു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ. ഇന്ന് ചിങ്ങം 1 അപ്പോൾ എല്ലാവരും സെറ്റ് സാരിയാണ്. അപ്പോൾ ഞാനും സെറ്റ് സാരിയായി ഒക്കെ റെഡി ആവലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പോവാനിറങ്ങാനായിട്ടോ. ഈ ഇതിനെ നടന്നിട്ടാട്ടോ ഞാൻ പോണേ. ഇവിടെ നിന്നൊരു 1/2 മണിക്കൂർ നടക്കാൻ റോട്ടുമ്മയ്ക്ക്. ഇനി ഞാൻ റോട്ടുമെന്ന് കാണിച്ചു കേട്ടോ. അപ്പം ആ റോഡെത്തി. ഇത് പ്രൈവറ്റ് സ്റ്റാൻഡാണ് കേട്ടോ. ഞാൻ ബസ് ഇറങ്ങുന്നത് പ്രൈവറ്റ് സ്റ്റാൻഡിലാണ്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കിടക്കുന്നത്. ചില ദിവസങ്ങളിൽ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ നേരിട്ട് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങും. അപ്പോൾ ഡ്യൂട്ടി കയറി. ഓക്കെ, ബൈ.